ശ്രീമഹാദേവീ നമ. നമസ്കാരം. ലളിതോപാഖ്യാനം തുടരുകയാണ്. കമാരിയായ ശ്രീപരമേശ്വരൻ ആ പരാശക്തിയാൽ, വിഷ്ണുമായയാൽ മോഹിപ്പിക്കപ്പെട്ടു. അതിൽ നിന്നും ഒരു ചൈതന്യം ആവിർഭവിച്ചു. അസുര സംഹാരിയായിട്ടുള്ള ശാസ്താവിൻ്റെ ഉദ്ഭവം. ഇതൊക്കെ സംഭവിച്ചു എന്ന് ഹയഗ്രീവ ഋഷീശ്വരൻ പറയവേ, അഗസ്ത്യ മഹർഷി അത് ആശ്ചര്യമായിരിക്കുന്നുവല്ലോ, അതെപ്പോഴാണ് എന്ന് ചോദിക്കുകയും വീണ്ടും ഇവിടെ പാലാഴി മഥനം എന്ന കഥയാണ് വിസ്തരിക്കുന്നത്. ഇന്ദ്രൻ അഹങ്കരിക്കുകയും വളരെയധികം അഹങ്കാരത്തോടുകൂടി വിരാജിച്ചിരുന്ന ഇന്ദ്രന്റെ സമീപത്തൊരിക്കൽ ദുർവാസസ് മഹർഷി എത്തുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഹാരം, അത് മഹർഷി ഇന്ദ്രന് നൽകുകയാണ്. ഇന്ദ്രൻ ഇത് സ്വീകരിക്കുന്ന സമയത്ത് ഉപചാരപൂർവമല്ല അത് സ്വീകരിച്ചത്. സ്വകരസ്താം തതോമാലാം ശക്രായ പ്രദൗമുനി താം ഗൃഹീത്വാ ഗജസ്കന്ധേ സ്ഥാപയാമാസ ദേവരാട്. ഉപചാരപൂർവം വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ടില്ല എന്നിവിടെ പറയുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. തൻ്റെ കഴുത്തിൽ ധരിക്കേണ്ടതിന് പകരം അത് ആ ഇന്ദ്രൻ വാഹനമായിട്ടുള്ള ഐരാവതത്തിന്റെ ചുമലിലാണ് വെച്ചത്. അത് തുമ്പിക്കൈ കൊണ്ട് ഐരാവതം എടുത്തു താഴെ ഇട്ടു. ആനയുടെ കാലുകൊണ്ടത് ചവിട്ടി അരയ്ക്കപ്പെട്ടു. ദുർവാസാവിന് ഈ കാഴ്ച കണ്ട് കോപമായി എന്നാണ്. ഞാൻ അങ്ങയ്ക്ക് നൽകിയ മാല അത് അങ്ങ് ധരിച്ചില്ല. ആ മഹാദേവി, ആ പരാശക്തി ചൂടിയിരുന്നതായ മാല ബ്രഹ്മാദിദേവന്മാരാൽ പോലും ആരാധിക്കപ്പെടുന്ന ആ ദേവിയുടെ പ്രസാദ രൂപേണ ലഭിച്ച മാലയാണ് ഞാൻ അങ്ങേക്ക് തന്നത്. ത്രൈലോക്യ അധിപതിയാണ് എന്ന ഗർവം കൊണ്ട് അങ്ങ് അഭിമാനിച്ചു. ത്വയാ യച്ഛാസിതം ലോകം സദേവ അസുരമാനുഷം അശോഭിതമതേജസ്കം മമ ശാപാത് ഭവിഷ്യതി. സദേവാസുരമാനുഷമായ ഈ ലോകം ശോഭയും തേജസ്സുമില്ലാത്തതാകും എന്ന് ശപിക്കുകയാണ്. ഇവിടെ മറ്റൊരു സൂചന കൂടി തരികയാണ്. ഉത്തരവാദിത്വം ഉള്ളവർ ചെയ്യുന്ന തെറ്റ് അവരോട് ചേർന്ന് നിൽക്കുന്നവരെ, അവരോട് ബന്ധപ്പെട്ടവരെയും ബാധിക്കും എന്ന് കാണിക്കുകയാണ്. എന്തായാലും ശാപഗ്രസ്തനായി തീർന്നു ഇന്ദ്രാദികൾ. അതുവരെ ഉണ്ടായിരുന്ന സ്വർഗലക്ഷ്മി ആ സ്വർഗത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. ആ വിഷ്ണുവിൽ പോയി ലയിച്ചു എന്നാണ്. അങ്ങനെ ചൈതന്യം നഷ്ടപ്പെട്ട ദേവന്മാർ വളരെയധികം സങ്കടപ്പെടുകയാണ്. അവരെല്ലാവരും കൂടി ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ ശരണം പ്രാപിച്ചു എന്നാണ്. കർമ്മവാ കീദൃശം ബ്രഹ്മൻ പ്രായശ്ചിത്തം ച കീദൃശം തത്സർവം ശ്രോതുമിച്ഛാമി തന്നോ വിസ്തരതോ വദ.
കർമ്മത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, കർമ്മഫലം സ്വയം അനുഭവിക്കുക. എത്ര തന്നെ കോടാനുകോടി പ്രളയങ്ങൾ കഴിഞ്ഞാലും കർമ്മം നശിക്കുന്നില്ല. കർമ്മഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കർമ്മ പഞ്ചവിധം പ്രാഹു ദുഷ്കൃതം ധരണീതലേ ഹനനസ്തേയ ഹിംസാശ പാനം അന്യാങ്കരതി. കുലപാതകം ചെയ്യുക, മോഷണം ചെയ്യുക, ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കുക, ആത്മചൈതന്യത്തെ കെടുത്തിക്കളയുക, മദ്യപാനം, വ്യഭിചാരം എന്നിങ്ങനെ 5 വൃത്തികളാണ് പാപകർമ്മങ്ങളായിട്ട് പറയുക. അച്ഛനമ്മമാരെ കൊല്ലുക, ഗുരുഹത്യ ചെയ്യുക, യജമാനനെയോ പുത്രനെയോ കൊല്ലുക, ഈ പാപങ്ങൾക്കൊന്നും പ്രായശ്ചിത്തമേ ഇല്ല. പിതൃമാതൃ ഗുരുസ്വാമി പുത്രാണാം നാസ്തി നിഷ്കൃതി ഗുരുവാജ്ഞയാകൃതേ പാപം തദാജ്ഞോല്ലംഘനേർത്ഥക. ആത്മാനം ഹന്തുമാരബ്ധം ആത്മധാര ആത്മജ ഭ്രാതൃ ബന്ധൂനാം തു ദ്വിജോത്തമ ക്രമാത് ദശഗുണോ ദോഷോ രക്ഷണേജ തഥാ ഫലം. ആത്മരക്ഷാർത്ഥമാണ് കൊലപാതകം ചെയ്യുന്നത് എങ്കിൽ അത് പാപമല്ല. മറ്റ് ജീവികളെ കൊല്ലാൻ തുനിയുന്നവരെയും നിഗ്രഹിച്ചാലും പാപമില്ല. ആത്മഹത്യ പാപകരമാണ്. ഒരുവൻ തൻ്റെ പത്നിയെ നിഗ്രഹിച്ചാൽ ആത്മഹത്യയുടെ 10 ഇരട്ടി പാപമാണ് അവന് വന്നു ചേരുക. പുത്രനെ നിഗ്രഹിച്ചാൽ, പുത്രനെ വധിച്ചാൽ ഭാര്യയെ കൊല്ലുന്നതിനേക്കാൾ 10 ഇരട്ടി പാപമാണ് വന്നു ചേരുക. സഹോദരനെ നിഗ്രഹിച്ചാൽ, സഹോദരനെ കൊന്നാൽ പുത്രനെ കൊല്ലുന്നതിൻ്റെ 10 ഇരട്ടി പാപം ബാധിക്കും. നേരെ മറിച്ച് പുണ്യവും തൻ്റെ പത്നിയെ രക്ഷിക്കുക, സന്താനങ്ങളെ രക്ഷിക്കുക, അങ്ങനെ രക്ഷിക്കുന്നവർക്ക് അതേപോലെ തന്നെ പുണ്യവും 10 ഇരട്ടി വീതം വർദ്ധിക്കും എന്നൊക്കെയാണ് പുണ്യപാപങ്ങളുടെ ഫലത്തെ പറയുന്ന സമയത്ത് പുരാണങ്ങൾ വിസ്തരിക്കുക. സിംഹവ്യാഘ്രമൃഗാദീനി ലോകഹിംസാകരാണിതു. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന വ്യാഘ്രാദികളെ നിഗ്രഹിച്ചാലും അത് ജന്തുഹിംസയാവുന്നില്ല. ഭരണാധികാരികൾക്ക് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഹിംസ്ര ജന്തുക്കളെ വധിക്കാം. ഇതം ന മമ എന്ന ഭാവനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് യജ്ഞം ആയിട്ട് തീരുക. ഇഷ്ടാനിവ പ്രദാസ്യന്തി തുഷ്ടാസ്തേ യജ്ഞഭാവിത. ലോക നന്മ, സമൂഹത്തിന്റെ നന്മ, അതാണ് യജ്ഞത്തിന്റെ ലക്ഷ്യം. പൊതുനന്മ ലക്ഷ്യമാക്കി തൻ്റേത് എന്ന സങ്കുചിത ഭാവത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ സങ്കുചിത ഭാവത്തോടുകൂടി ചെയ്താൽ നരകയാതന അനുഭവിക്കേണ്ടി വരും, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും.
ഈ പാപം എത്രത്തിൽ ബാധിക്കും, പാപകർമ്മങ്ങളുടെ ഫലം എങ്ങനെ ബാധിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കഥ പറയുകയാണ്. ഒരു വജ്രകൻ എന്നൊരു മോഷ്ടാവുണ്ടായിരുന്നു. പുരാ കാഞ്ചീപുരേ ജാതോ വജ്രകോ നാമശോരക. കാഞ്ചീപുരത്തിലെ ഒരു വജ്രകൻ എന്നുള്ള ഒരു മോഷ്ടാവ്, ഈ നഗരത്തിലാവട്ടെ എല്ലാവരും ഐശ്വര്യത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി സുഖമായി ജീവിക്കുന്നവരായിരുന്നു. ഈ മോഷ്ടാവായിട്ടുള്ള വജ്രകന് സമ്പത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പല ധനികന്മാരുടെയും ഗൃഹത്തിൽ കടന്ന് കാലക്രമേണ വളരെയധികം പണം മോഷ്ടിച്ച് അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കി അതിൽ കുഴിച്ചിട്ടു. ഇത്തരത്തിൽ ഈ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ധനം അത് കുഴിയുണ്ടാക്കി കുഴിച്ചിട്ട് അത് മൂടുവാൻ വേണ്ടി ഈ വജ്രകൻ ഒരു കല്ല് തേടിപ്പോയ സമയത്ത് അതുവഴി വന്ന ഒരു കാട്ടാളൻ ഈ വജ്രകൻ കുഴി കുത്തിയിട്ടിട്ടുള്ള സമ്പത്തിന്റെ 1/10 അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. ഈ വജ്രകൻ വലിയൊരു കല്ലൊക്കെ കൊണ്ടുവന്നു, കുഴി മൂടി, അവിടുന്ന് പോയി. പിന്നെ പലപ്പോഴായിട്ട് പണം മോഷ്ടിച്ച് കൊണ്ടുവന്ന് ഭൂമിയിൽ കുഴിച്ചിട്ടു. ഈ പണത്തിന്റെ 1/10 മോഷ്ടിച്ച കാട്ടാളൻ തന്റെ വീട്ടിൽ ചെന്ന് പത്നിയോട് പറഞ്ഞു, ഞാൻ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ധനമാണ്, നിനക്ക് ധനം വേണം എന്ന് പറയാറുണ്ടല്ലോ, ഇതെടുത്തോളൂ. കാട്ടാളൻ കൊണ്ടുവന്ന് കൊടുത്ത ആ ധനം ഭാര്യ അത് വാങ്ങി വീട്ടിൽ വെച്ചു. അപ്പൊ ഭാര്യ പറയാണ്, ഭിക്ഷയ്ക്കായി വരാറുള്ള ഒരു മഹാത്മാവ് എന്നോട് പറഞ്ഞു, നീ അധികം വൈകാതെ ഭാഗ്യമുള്ളവളാണ്, രാജാവിന്റെ പ്രിയ പത്നിയായിത്തീരും. എല്ലാ തരത്തിലുള്ള സുഹൃതങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും പാത്രമാവും. ആ ഭിക്ഷുവിന്റെ വാക്ക് ഫലിക്കുമെന്ന് ഞാൻ കരുതുന്നു, അത് സത്യമാവും. അധ്വാനം ചെയ്ത് പണിപ്പെട്ട് സമ്പാദിച്ച ധനം കൊണ്ട് മാത്രമേ, അതിന്റെ ഫലം മാത്രമേ കൂടുതൽ കാലം നിലനിൽക്കൂ. സ്വപ്രയത്നം ഇല്ലാതെ അനായാസമായിട്ട് കിട്ടിയത്, നിഷ്പ്രയാസം കിട്ടിയതാണെങ്കിൽ അത് കാലക്രമേണ നശിക്കും. പ്രയത്നിക്കാതെ വന്നു ചേരുന്ന ധനം ധാർമ്മികമായ ആവശ്യത്തിന് ചിലവഴിക്കണം. എന്നൊക്കെ ഈ കാട്ടാളന്റെ പത്നി പറയുകയാണ്. ഭർത്താവ് കാട്ടാളൻ കൊണ്ടുകൊടുത്ത ധനം സ്വീകരിച്ച് വീട്ടിൽ വെച്ച ശേഷം ഇങ്ങനെയൊക്കെ പറയുകയാണ്. കാട്ടാളൻ തൻ്റെ പത്നിയുടെ വാക്കുകേട്ട് പ്രയത്നിക്കാതെ ലഭിച്ച ധനം ധർമ്മകാര്യത്തിന് ഉപയോഗിക്കണം, അതുകൊണ്ട് അങ്ങ് ഈ ധനം ഉപയോഗിച്ച് ഒരു ജലാശയം നിർമ്മിച്ചാലും. കാട്ടാളൻ തൻ്റെ ഭാര്യയുടെ വാക്കുകേട്ട് ജലാശയം നിർമ്മിക്കാനായിട്ട് എവിടെയാണ് ഈ അനുയോജ്യമായ സ്ഥലം അങ്ങനെ കണ്ടെത്തി. ഒടുവിൽ മഹേന്ദ്രപർവ്വതത്തിന്റെ കിഴക്കായിട്ട്
ഒരു വലിയ തടാകം തന്നെ നിർമ്മിക്കണമെന്ന് നിശ്ചയിച്ചു. തൻ്റെ കയ്യിലുള്ള ധനം മുഴുവൻ ഉപയോഗിച്ചിട്ടും ആ തടാകത്തിൻ്റെ പണി പൂർത്തിയാവുന്നില്ല എന്ന് വന്നപ്പോഴാണ് വീണ്ടും ഈ കാട്ടാളൻ ചിന്തിച്ചു, ഈ വജ്രകൻ എന്ന മോഷ്ടാവ് അയാളുടെ ധനം പലയിടത്തായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ചുകൂടി അപഹരിക്കാം. അങ്ങനെ ഈ വജ്രകനെ പിന്തുടർന്ന് ഈ കാട്ടാളൻ അയാള് പലയിടത്തായി സൂക്ഷിച്ചു വയ്ക്കുന്ന, ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്ന ധനം കുറച്ച് കുറച്ച് അപഹരിച്ചു കൊണ്ടുവന്ന് തടാകത്തിൻ്റെ പണി മുഴുവനും പൂർത്തിയാക്കി ആ തടാകത്തിൻ്റെ നടുവിൽ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് അവിടെ ഒരു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു വിഗ്രഹം സ്ഥാപിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു. കുറേ വനപ്രദേശം അവിടെ വെട്ടിത്തെളിച്ച് അത് കൃഷിയിടങ്ങളാക്കി മാറ്റി. അത് സാധുക്കൾക്കൊക്കെ ആയിട്ട് ആ ഭൂമി ദാനം ചെയ്തു. ഒട്ടേറെ പേരെ ക്ഷണിച്ചു വരുത്തിയിട്ട് വസ്ത്രം ദാനം ചെയ്തു, അന്നം ദാനം ചെയ്തു. ഇങ്ങനെ സാധുക്കളായിട്ടുള്ളവരെ, മഹർഷിമാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവർക്ക് പല ദ്രവ്യങ്ങളും ദാനം ചെയ്തുകൊണ്ട് ഈ കാട്ടാളൻ പറയുകയാണ്, ക്വാഹം വീരദത്താഖ്യ കിരാത കാഷ്ടവിക്രയി ക്വാ മഹാസേതുബന്ധ ക്വ ദേവാലയ കൽപ്പന ക്വാ ക്ഷേത്രാണി ക്ലിപ്താനി ബ്രാഹ്മണായതനാനി ച. വീരദത്തൻ എന്നു പേരുള്ള ഈ കാട്ടാളൻ എവിടെ നിൽക്കുന്നു? ഈ വലിയ തടാകം നിർമ്മിക്കലും ക്ഷേത്ര നിർമ്മാണവും എവിടെ? കാട് വെട്ടിത്തെളിച്ച് കൃഷിഭൂമി ഒരുക്കിയതും. അപ്പൊ ഇതൊന്നും വാസ്തവത്തിൽ തന്നെ കൊണ്ട് കഴിയുന്ന ഒന്നല്ല. തൻ്റെ സ്ഥിതിക്ക്, തൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് ചെയ്ത പ്രവൃത്തികളല്ല. നിങ്ങളുടെയൊക്കെ കൃപ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഈ നിങ്ങൾക്ക് നൽകിയ ഈ കൃഷിഭൂമിയും ഗൃഹങ്ങളും ഇതൊക്കെ സ്വീകരിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കണം. എന്നെ കൃതാർത്ഥനാക്കിയാലും. അയാളുടെ വാക്ക് കേട്ട് ഈ ദാനം സ്വീകരിച്ചവരൊക്കെ സന്തോഷത്തോടുകൂടി ആശീർവദിച്ചു. പോരാ, ഈ വീരദത്തന് ദ്വിജവർമാവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അയാളുടെ ഭാര്യയ്ക്ക് ശീലവതി എന്ന് പേര് കൽപ്പിച്ചു. അത് ദ്വിജവർമാവും ആ ശീലവതിയും വളരെ സന്തോഷമായിട്ട് പിന്നീട് അവരുടെ ജീവിതം നയിക്കുകയാണ്. അവർ വസിക്കുന്ന ഇടം ദേവരാധപുരം എന്നൊക്കെ പിൽക്കാലത്ത് അറിയപ്പെട്ടു. കാലം കഴിഞ്ഞു, ഈ കാട്ടാളൻ മരിക്കുകയാണ്. തൻ്റെ പത്നിയോടുകൂടി തന്നെ മരിച്ചു. ആ ജീവനെ കൊണ്ടുപോവാൻ യമന്റെ ദൂതന്മാര് വന്നു, വിഷ്ണു ദൂതന്മാര് വന്നു. അവർ തമ്മിൽ തർക്കം ഉണ്ടാവുന്നു എന്നാണ്. അങ്ങനെ തർക്കം വരുമ്പോഴാണ് അവർക്കിടയിൽ നാരദ മഹർഷി എത്തിച്ചേർന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ഈ ജീവനെ യമന്റെ ലോകത്തിൽ കൊണ്ടുപോകണമോ വിഷ്ണു ലോകത്തിൽ കൊണ്ടുപോകണോ എന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. ഇയാള് പണ്ട് അപഹരിച്ച ധനം, കളവ് മുതൽ കൊണ്ടാണ് തടാകം നിർമ്മിച്ചത്.
അതുകൊണ്ട് ആരുടെ ധനമാണോ മോഷ്ടിച്ചത് ആ മനുഷ്യൻ മരിക്കുന്നതുവരെ ഈ ജീവൻ വായു ദേഹത്തെ പ്രാപിച്ച് ഏകനായി സഞ്ചരിക്കും. വളരെ അധികം പേരിൽ നിന്ന് അപഹരിക്കപ്പെട്ട ധനമാണ് ഇവൻ മോഷ്ടിച്ചത്. അതുകൊണ്ടല്ല, അവര് മരിക്കുന്നതുവരെ ഈ വായു രൂപത്തിൽ വായുദേഹം പ്രാപിച്ച് സഞ്ചരിക്കും. നാരദന്റെ വാക്കുകേട്ട് യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും മടങ്ങിപ്പോയി. അങ്ങനെ കാട്ടാളന്റെ ജീവൻ വായു രൂപത്തിൽ 12 വർഷക്കാലം അങ്ങനെ സഞ്ചരിച്ചു. കാട്ടാള പത്നി ശീലവതിയുടെ ജീവനാവട്ടെ അവൾക്ക് ദോഷമൊന്നും ബാധകമല്ല, അതുകൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവളെ ബ്രഹ്മലോകത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ ഈ ശീലവതി ചോദിക്കുകയാണ്, അഹം വിനാ പതിം ദേവ ന ഗച്ഛേയം പിതാമഹം ഇഹ സ്ഥാസ്യേ പതി യാവൽ സ്വദേഹം ലഭതേ പുന. അല്ലയോ മഹർഷേ, ഭർത്താവിനെ കൂടാതെ ഞാൻ ബ്രഹ്മലോകത്തിലേക്കില്ല. ഭർത്താവ് വായുദേഹം വിട്ട് സ്വദേഹം സ്വീകരിക്കുന്നതുവരെ ഞാനിവിടെ വർത്തിക്കാം. പിന്നീട് അദ്ദേഹത്തിനുണ്ടാകുന്ന ഗതി ഞാനും സ്വീകരിക്കാം. അല്ല എങ്കിൽ ഞാനോ ഈ എൻ്റെ ഭർത്താവിൻ്റെ ജീവനോ എന്ത് പ്രായശ്ചിത്ത കർമ്മമാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ഈ ശീലവതി കാട്ടാളപത്നി ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായ ശ്രീനാരദൻ പറഞ്ഞു, മുൻപ് ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനാണ് എൻ്റെ ഭർത്താവ് വായു ശരീരം സ്വീകരിച്ചത്. കർമ്മഫലം അനുഭവിക്കാൻ മാത്രമല്ല, കർമ്മം അനുഷ്ഠിക്കുവാനും ആ ശരീരം കൊണ്ട് സാധിക്കും. ഇനി ചെയ്യേണ്ട പ്രായശ്ചിത്തം അതിവിടെ നാരദ മഹർഷി പറയുകയാണ്, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് മഹാതീർത്ഥസ്നാനം ചെയ്ത് ഭസ്മധാരണം ചെയ്ത് സാംബശിവനെ, അംബികാസമേതനായിട്ടുള്ള ശിവനെ പൂജിക്കുക. ആ ശ്രീപരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ശതരുദ്രീയ മന്ത്രം ജപിക്കുക. 1008 ഉരു ആ മന്ത്രം ജപിച്ചാൽ ബ്രഹ്മഹത്യ പാപം പോലും ഇല്ലാതെയാവും. അത് നാരദ മഹർഷി ആ കാട്ടാള പത്നിക്ക്, ആ ശീലാവതിക്ക് രുദ്രമന്ത്രത്തെ നൽകി അനുഗ്രഹിച്ച ശേഷം അവിടുന്ന് അദ്ദേഹം മടങ്ങിപ്പോയി. തന്റെ ഭർത്താവിന്റെ സദ്ഗതി ഉണ്ടാവാൻ വേണ്ടി ആ മന്ത്രം ഉപാസന ആരംഭിക്കുകയും ക്രമേണ ആ ദ്വിജവർമാവ്, മുൻപ് കാട്ടാളനായിരുന്ന ആ ദ്വിജവർമാവ്, അയാൾ ചെയ്ത പാപത്തിന്റെ ദോഷങ്ങളെല്ലാം നീങ്ങി പൂർവദേഹത്തെ പ്രാപിച്ചു. ഇനി ഇയാൾ ആരുടെ ധനമാണോ അപഹരിച്ചത്, ഒരു കള്ളന്റേതാണ് എന്ന് പറഞ്ഞു, വജ്രകൻ എന്ന കള്ളൻ, ആ വജ്രകന്റെ ഗതിയെക്കുറിച്ച് പറയുകയാണ്. ഈ വജ്രകൻ ആരുടെയെല്ലാം സമ്പത്തിനെ അപഹരിച്ചോ അവരെല്ലാം കാലക്രമേണ മരിക്കുകയാണ്. ഈ വജ്രകൻ അപഹരിച്ച സമ്പത്തിന്റെ ഉടമസ്ഥന്മാരായിരുന്നവരെയൊക്കെ യമന്റെ സങ്കേതത്തിലെത്തിയപ്പോൾ യമധർമ്മൻ പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഈശ്വരേച്ഛയാൽ സുഹൃതവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ പാപപുണ്യങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാം. ആദ്യം ഏത് അനുഭവിക്കാനാണ് ആഗ്രഹം? അനേകം പേരുടെ ധനം അപഹരിച്ച വജ്രകൻ, ആ വജ്രകന്റെ കയ്യിൽ നിന്ന് ധനം അപഹരിച്ച വീരദത്തൻ എന്ന കാട്ടാളൻ, അല്ലെങ്കിൽ ദ്വിജവർമാവ് എന്ന് പിന്നീട് അറിയപ്പെട്ട കാട്ടാളൻ, താൻ അപഹരിച്ച ധനം കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വജ്രകനും
ശരിക്കുള്ള ആ സമ്പത്തിൻ്റെ ഉടമസ്ഥർക്കും സുഹൃതം ലഭിച്ചത് എന്ന്. നേരെ മറിച്ചായിരുന്നുവെങ്കിൽ ഈ കാട്ടാളൻ താൻ അപഹരിച്ച ധനം കൊണ്ട് ദുഷ്കർമ്മമാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പാപത്തിൻ്റെ ഫലവും ഇവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ അവരവരുടെ കയ്യിൽ എത്തിച്ചേരുന്ന ദ്രവ്യം, സമ്പത്ത്, അതിനെ സംരക്ഷിച്ചുകൊണ്ട് പുണ്യകർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ആ സുഹൃതബലം കൊണ്ട് എല്ലാവരും സ്വർഗത്തെ പ്രാപിച്ചു എന്നാണ്. ഒടുവിൽ കാട്ടാളനാവട്ടെ പത്നിയോടുകൂടി ശിവലോകത്തെ പ്രാപിച്ചു എന്നൊരു കഥയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് പറഞ്ഞുകൊണ്ടാണ് ആ ബൃഹസ്പതി അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, താരതമ്യ വിഭാഗംശ കഥയസ്വ മഹാമതേ സേതുബന്ധാദികാനാം ച പുണ്യാനാം പുണ്യവർദ്ധന. ഇനിയും ഈ പുണ്യകർമ്മങ്ങളുടെ ഫലം, അതിന് താരതമ്യത്തെക്കുറിച്ച് കേൾക്കണമെന്നുണ്ട്. വീണ്ടും അതേ വിഷയം തന്നെ ഇവിടെ വിസ്തരിക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പുണ്യപാപകർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രായശ്ചിത്തം, അതൊക്കെയാണ് ഏതാനും വരികളിൽ കൂടിയിട്ട് ഇനിയും തുടർന്ന് കാണാൻ കഴിയുക. അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം, അഗമ്യാഗമനം കിം വാ കോ ദോഷ കാച നിഷ്കൃതി. പ്രാപിക്കാൻ പാടില്ലാത്ത സ്ത്രീയെ പ്രാപിക്കുക എന്ന പാപം എന്താണ്? ഈ ചോദ്യത്തിൻ്റെ മറുപടിയായി ബൃഹസ്പതി പറയുകയാണ്, അഗമ്യാഗമനം നാമ മാതൃ സ്വസൃഗുരു സ്ത്രീയ മാതുലസ്യ പ്രിയാചേതി ഗത്വേമാ നാസ്തി നിഷ്കൃതി. അമ്മ, സഹോദരി, ഗുരുപത്നി, അമ്മയുടെ സഹോദര പത്നി, അതായത് അമ്മാവന്റെ പത്നി, ഇവരോടെല്ലാം അല്ലെങ്കിൽ ഇവരെയെല്ലാം ഒരു പുരുഷൻ കാമഭാവേന പ്രാപിച്ചാൽ ആ പാപത്തിന് പ്രായശ്ചിത്തമില്ല. ഗുരുസ്ഥാനത്ത് കാണേണ്ടവർ പലരുണ്ട്. ബ്രഹ്മോപദേശം നൽകി വേദാന്ത ദർശനം പഠിപ്പിക്കുന്ന ഗുരു, അല്ലെങ്കിൽ ബ്രഹ്മോപദേശം മാത്രമോ വേദാന്ത ദർശനം മാത്രമോ പഠിപ്പിക്കുന്ന ആൾ ആചാര്യൻ എന്ന് പറയും. ദേശികൻ എന്ന പേരിൽ, നിരവധി പേരിൽ നിന്നാണ് ബ്രഹ്മോപദേശവും വേദശാസ്ത്രങ്ങളും പഠിക്കുന്നത് എങ്കിൽ അവരോരോരുത്തരും ദേശികൻ എന്നാണ് അറിയപ്പെടുക. ഇവരെല്ലാം ഗുരുസ്ഥാനമുള്ളവരാണ്. ഈ ഗുരുസ്ഥാനത്തുള്ളവരുടെ പത്നിമാരെ പ്രാപിക്കുന്നവർ അതിൻ്റെ പ്രായശ്ചിത്തമായി ക്രമമനുസരിച്ച് ഒന്നുകിൽ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ 12 വർഷം, അതുമല്ലെങ്കിൽ 6 വർഷം കൃച്ഛ്രം എന്ന വ്രതം അനുഷ്ഠിക്കണം. പിപീലികാന്തം ബ്രഹ്മാദ്യം ജഗൽ സ്ഥാപരജംഗമം പഞ്ചഭൂതാത്മകം പ്രോക്തം ചതുർവാസനയാന്വിതം ജന്മാദ്യാഹാരമദന നിദ്രാഭീത്യാ ച സർവദാ ആഹാരം ന വിനാജന്തുരാഹാരോ മദനസ്മൃത ദുസ്സഹോ മദനസ്തസ്മാത് സർവേഷാം പ്രാണിനാമപി. ബ്രഹ്മാവ് മുതൽ പിപീലിക അഥവാ ഉറുമ്പ് വരെ, അല്ലെങ്കിൽ പഞ്ചഭൂതാത്മകമായ എല്ലാ ജീവജാലങ്ങളും, സൃഷ്ടാവ് മുതൽ താഴേക്ക് വരുന്ന ഏറ്റവും ചെറിയ ജീവി വരെ എന്നർത്ഥം, ആഹാരം, മൈഥുനം, നിദ്ര, ഭയം, ഈ 4 വാസനകളോട് കൂടിയിട്ടാണ്
ഏറ്റവും അസഹനീയമായിട്ടുള്ളത് കാമം ആണ്. ലോകത്തെ സ്ത്രീ പുരുഷ രൂപത്തിൽ സൃഷ്ടിക്കുകയും കാമനെ കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ പ്രവൃത്തികൾ ചെയ്യിച്ചു. കാമന്റെ പ്രവൃത്തി കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ജീവികളും ജനിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നത്. കാമന്റെ നിവൃത്തി കൊണ്ടാണ്, അഥവാ കാമന്റെ പിൻവാങ്ങൽ കൊണ്ടാണ് മുക്തിയെ പ്രാപിക്കുന്നത്. കാമന്റെ നിവൃത്തി മൂലമുണ്ടാകുന്ന ഗതി മോക്ഷം, അത് പ്രവൃത്തി കൊണ്ടും കാമപ്രേരണ കൊണ്ടും ഉണ്ടാവും. സർവാത്മകോ വാസുദേവ പുരുഷസ്തു പുരാതന ഇയം ഹി മൂലപ്രകൃതിർ ലക്ഷ്മി സർവജഗൽപ്രസൂ പഞ്ചപഞ്ചാത്മതൃപ്ത്യർത്ഥം മഥനം ക്രിയതേ തരാം ഏതൻ മന്ത്രാനുഭാവാഭ്യാം മഥനം ക്രിയതേ യതി. പ്രകൃതി, പുരുഷൻ, ബുദ്ധി, അഹങ്കാരം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, മനസ്സ്, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നിങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കൈകൾ, കാലുകൾ, വിസർജനേന്ദ്രിയം, അരക്കെട്ട് എന്നിങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ, ഒട്ടാകെ 25 തത്വങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ ആ ഭഗവാൻ സർവപ്രപഞ്ചത്തിൻ്റെയും ആത്മാവാണ്, പുരാതന പുരുഷനാണ്, മൂലപ്രകൃതി ആയിട്ടുള്ള ലക്ഷ്മി എല്ലാ ലോകങ്ങളുടെയും മാതാവാണ്. അങ്ങനെ ആ മൂലപ്രകൃതിയും പുരാതന പുരുഷനായിട്ടുള്ള ശ്രീ വാസുദേവനും ഈ 25 മേൽപ്പറഞ്ഞ 25 തത്വങ്ങളുടെയും അഥവാ ആത്മാക്കളുടെയും തൃപ്തിക്ക് വേണ്ടി മൈഥുനം ചെയ്യുന്നു എന്ന സങ്കല്പത്തോട്, എന്ന ആ ഒരു മന്ത്ര ഭാവത്തോടുകൂടി സംയോഗം ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ദോഷം ബാധിക്കില്ല. മറ്റൊരു സങ്കല്പം ഇവിടെ പറയുകയാണ്. ഇയമംബ ജഗദ്ധാത്രി പുരുഷോഹം സദാശിവ പഞ്ചവിംശതി തത്വാനാം പ്രീതയെ മധ്യതയധുന. മറ്റൊരു സങ്കല്പമാണ്. ഇവിടെ പുരുഷനെ സദാശിവനായിട്ടും ശക്തിയെ ജഗദംബികയായിട്ടും സ്ത്രീയെ ജഗദംബികയായിട്ടും സങ്കല്പിക്കുന്ന മന്ത്രം, അതായത് ഉമാമഹേശ്വര സങ്കല്പം. അപ്പൊ ഈ ഒരു സങ്കല്പത്തിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു സങ്കല്പം ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞ മന്ത്രം സർവാത്മകോ വാസുദേവ പുരുഷസ്തു പുരാതന ഇയം ഹി മൂലപ്രകൃതിൽ ലക്ഷ്മി സർവജഗത്വസു പഞ്ചപഞ്ചാത്മതൃപ്ത്യർത്ഥം മഥനം ക്രിയതേതരാം. അവിടെ ശ്രീവാസുദേവനും ലക്ഷ്മിയുമായിട്ടാണ് പ്രകൃതി പുരുഷന്മാരെ സങ്കല്പം ചെയ്തുകൊണ്ടുള്ള മന്ത്രം. അടുത്തത് ഉമാമഹേശ്വര ഭാവത്തിൽ ഇയമംബ ജഗദ്ധാത്രി പുരുഷോഹം സദാശിവ പഞ്ചവിംശതി തത്വാനാം പ്രീതയെ മധ്യതേധുന. അപ്പൊ ഈ ഒരു മന്ത്രസങ്കല്പത്തോടുകൂടി അർത്ഥത്തെ ഭാവന ചെയ്തുകൊണ്ട് മൈഥുനം ചെയ്താൽ പാപം ബാധിക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പുരാണ വിഷയങ്ങളെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ചില തെറ്റായ ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ശക്തി പൂജാ രഹസ്യമാണ് പ്രതിപാദിക്കുന്നത്. കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക
ഈശ്വരനുമായി അഭേദബുദ്ധി പുലർത്തിക്കൊണ്ട് ചെയ്താൽ കാമപ്രേരണയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ മുക്തി കൈവരിക്കാം എന്ന ഒരു സൂചനയാണ് ഇവിടെ കൊടുത്തത്. മറ്റൊരു ഉപായം പറയുകയാണ്, ഒരു രഹസ്യം പറയുകയാണ്. എല്ലാ പാപങ്ങളെയും വളരെ വേഗത്തിൽ നശിപ്പിക്കുന്നതായ ഒരു രഹസ്യം. ഭക്തിശ്രദ്ധാ സമായുക്ത സ്നാത്വ അന്തർജലസംസ്ഥിത അഷ്ടോത്തര സഹസ്രന്തു ജപേത് പഞ്ചദശാക്ഷരി ആരാധ്യച പരാശക്തി മുച്യതേ സർവഗിൽബിഷൈ. ഇവിടെ ലളിതോപാഖ്യാനത്തിലെ 3-ാം അധ്യായമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്നാനം ചെയ്ത് ജലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അഥവാ ജലത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പഞ്ചദശാക്ഷരീ മന്ത്രം ഷോഡശാക്ഷരി എന്നും പറയാറുണ്ട്. ശ്രീവിദ്യാമന്ത്രം 2 രീതിയിലും, പഞ്ചദശാക്ഷരിയായിട്ടും 15 അക്ഷരം അല്ലെങ്കിൽ 16 അക്ഷരമായിട്ടും ആ ശ്രീവിദ്യാമന്ത്രമാണ് ഇവിടെ. അങ്ങനെ ആ പഞ്ചദശാക്ഷരി മന്ത്രം 1008 ഉരു ജപിക്കുക, അങ്ങനെ പരാശക്തിയെ ആരാധിക്കുക എന്നാണ്. എങ്കിൽ എല്ലാ പാപങ്ങളും നീങ്ങും. എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്യപ്പെട്ടതായ പാപങ്ങൾ കൂടി നശിക്കും, അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. ഈ പഞ്ചദശാക്ഷരി മന്ത്രം ഗുരുമുഖത്തു നിന്ന് ശ്രവണം ചെയ്ത് അതിൻ്റെ പൊരുളെന്ത് എന്ന് ഗ്രഹിച്ചിട്ട് വേണം ജപിക്കുവാൻ. അതിലെ അക്ഷരങ്ങളെ യാന്ത്രികമായി ഉരുക്കഴിക്കുകയല്ല വേണ്ടത്. ഇനി അങ്ങനെ മന്ത്രോപദേശം സിദ്ധിക്കാത്തവർക്ക്, ലഭിക്കാത്തവർക്ക് ആ മന്ത്രസ്പന്ദനങ്ങളുള്ള, അല്ലെങ്കിൽ ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ വരുന്ന അക്ഷരങ്ങളെ കൊണ്ടുള്ള സ്തോത്രങ്ങൾ, മാതൃക മന്ത്രമാലാസ്തവം, അതൊക്കെ അതിൽ പെടുന്നതാണ്. ആ സ്തുതികളോ ശ്ലോകങ്ങളോ ഭക്തിയോടുകൂടി ചൊല്ലിയാലും ഫലമുണ്ടാവും. സൗന്ദര്യലഹരിയിലാണ് എങ്കിൽ 1-ാമത്തേതിലും 32-ാമത്തെ ശ്ലോകങ്ങളിലും ഒക്കെ ഈ മന്ത്രത്തിന്റെ സ്ഫുരണമുണ്ട് എന്നിവിടെ പ്രതിപാദിച്ചു. വീണ്ടും ഇന്ദ്രന്റെ ചോദ്യം തുടരുകയാണ്. പാപത്തിന്റെ വിശേഷ വിവരങ്ങൾ. പലതരത്തിലുള്ള പാപങ്ങൾ, ഒരുവൻ ചെയ്തതിൻ്റെ പങ്ക് പറ്റുക, അങ്ങനെയുള്ള പാപങ്ങളിൽ അതിൻ്റെ ഫലാനുഭവം എപ്രകാരമാണ്? 4 വിധത്തിലാണ് പാപം. ബൃഹസ്പതി പറയുന്നു: പ്രധാനി, സഹായി, കാരണക്കാരൻ, അനുവദിച്ചവൻ. ഈ 4 പേർക്കും പാപത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും 10-1 വീതം പാപം ബാധിക്കും. പ്രായശ്ചിത്തവും അത്തരത്തിലായിരിക്കണം. ബ്രുവ ഗ്രാമാംഗവേശ്യാംഗവേശ്യോപായന വിക്രയീ സേവകസ്ഥൽപുരസ്തശ്ച കുഗ്രാമസ്ഥോഭിഷപ്തക. നാമമാത്ര ബ്രാഹ്മണൻ, അതായത് ജപസാധനങ്ങൾ, ഗായത്രിയാദി ജപസാധനങ്ങളൊന്നുമില്ല, ആ ഒരു വംശത്തിൽ, ആ കുലത്തിൽ ജനിച്ചു എന്നു മാത്രം, അതാണ് നാമം മാത്രം ബ്രാഹ്മണൻ. വേശ്യകളുടെ സഹായത്തിനായി വർത്തിക്കുന്നവർ, വേശ്യാസ്ത്രീകൾക്ക് ലഭിച്ച സമ്മാനങ്ങളോ മറ്റ് സാധനങ്ങളോ വിൽക്കുന്നവർ, വേശ്യാഗൃഹത്തിൽ അവരോടൊപ്പം വസിക്കുന്നവർ, യുദ്ധക്കളത്തിൽ നിന്നും ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയവർ, സ്ത്രീയെ ആശ്രയിച്ച് കഴിയുന്നവർ, ഭക്ഷണം വിൽക്കുന്നവർ, ആയുധം കൊണ്ട് ജീവിക്കുന്നവർ, സന്യാസി, വൈദ്യൻ, വൈദിക ആചാരങ്ങളെ നിന്ദിക്കുന്നവർ.
ഇന്ന് ഈ മേൽപ്പറഞ്ഞവർ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചാൽ ആ കഴിക്കുന്നവർക്കും 10-1 പാപം ബാധിക്കും. ഇനി ഏതെങ്കിലും ഈ അഭക്ഷ്യമായ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നാൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ, ഏത് ഭക്ഷണമാണെങ്കിലും കഴിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളെ ചെയ്താൽ പാപം ബാധിക്കില്ല. ഒന്ന്, പവമാന മന്ത്രങ്ങളെ കൊണ്ട് പ്രോക്ഷണം ചെയ്യുക. അതല്ലെങ്കിൽ അന്നസൂക്തം, അതുമല്ലെങ്കിൽ ഭൃഗുർവൈ വാരുണി എന്ന മന്ത്രം അത് ജപിച്ചിട്ട് കഴിക്കുക. അതുമല്ലെങ്കിൽ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ എന്ന ശ്ലോകം അർത്ഥബോധത്തോടുകൂടി ചൊല്ലി ഭക്ഷിച്ചാലും ഭക്ഷണത്തിന് ദോഷം ബാധിക്കില്ല. ത്രയംബകം യജാമഹേ എന്ന് തുടങ്ങുന്ന മൃത്യുഞ്ജയ മന്ത്രം അത് ജപിച്ച് ശിവോഹം എന്ന ഭാവനയോടും ഞാൻ ആ ശിവരൂപി തന്നെയാണ് എന്ന സങ്കല്പത്തോടു കൂടി ഭക്ഷിച്ചാലും അഭക്ഷ്യഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ദോഷം ഇല്ലാതെയാവും, ദോഷം ബാധിക്കില്ല. അതുമല്ലെങ്കിൽ മറ്റൊരു ഉപായം ഇവിടെ പറഞ്ഞു. ഇതം രഹസ്യം ദേവേന്ദ്ര ശൃണുഷ്വവചനം മമ ധ്യാത്വാ ദേവീം പരാശക്തിം ജപ്ത്വാ 15 തന്നിവേദിത ബുദ്ധ്യാതു യോ അശ്നാദി പ്രത്യഹം ദ്വിജ. ഭക്ഷണം തൊട്ട് പരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് 15 മന്ത്രം ജപിക്കുക. ഈ ഭക്ഷണം പരാശക്തിക്ക് നിവേദിച്ചതാണ് എന്ന സങ്കല്പത്തോടുകൂടി ഭക്ഷിക്കുക. അങ്ങനെയുള്ള ഒരുവന് ഭക്ഷണദോഷം ബാധിക്കില്ല, ദാരിദ്ര്യഭയം ബാധിക്കില്ല, വ്യാധി ഭയമുണ്ടാവില്ല, ശത്രുഭയമുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കും. ഇവിടെയും 15 മന്ത്രം എന്നാൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള മന്ത്രത്തെ ആ ക്രമത്തിൽ ജപിക്കലല്ല. വീണ്ടും ആവർത്തിച്ചു, ഗുരുമുഖത്തു നിന്നും അറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ജപിച്ചാലേ 15 പൂർണ്ണരൂപത്തിലാവൂ. വീണ്ടും ഇന്ദ്രൻ ചോദിക്കുകയാണ്, ഭഗവൻ സർവധർമ്മജ്ഞ, ത്രികാലജ്ഞാനവിത്തമ, ദുഷ്കൃതം ച പ്രതീകാരം ഭവതാ സമ്യഗീരിതം. 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ത്രികാലജ്ഞാനം ഉള്ള ആളാണ് ഈ ബൃഹസ്പതി. പാപ പ്രായശ്ചിത്തങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു. ഏത് കർമ്മഫലമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ആപത്ത് വന്നത്, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആ ബൃഹസ്പതി ഇന്ദ്രനോട് പറയുകയാണ്, പണ്ട് കശ്യപന് ദിതി എന്നുള്ള കശ്യപ പത്നിയിൽ പിറന്ന ധനു എന്ന പുത്രൻ, ആ ധനുവിന് രൂപവതി എന്നൊരു പുത്രി ഉണ്ടാവുന്നു. ആ രൂപവതിയെ എന്തു ചെയ്തു? ധാതാവിന് ദാനം ചെയ്തു. തസ്യ പുത്രസ്തതോ വിശ്വരൂപോ മഹാദ്യുതി നാരായണപരോ നിത്യം വേദവേദാംഗപാരക. അവരുടെ പുത്രനായി വന്ന വിശ്വരൂപൻ അതിതേജസ്വിയും വിഷ്ണുഭക്തനും ഒക്കെ ആയിരുന്നു. അസുരന്മാരുടെ അന്നത്തെ ഗുരുവായിട്ട് വരുന്നത് ഭൃഗു മഹർഷിയുടെ പുത്രനായിട്ടുള്ള ശുക്രനാണ്. ദേവേന്ദ്രനായിട്ടുള്ള അങ്ങ്, ദേവനായിട്ടുള്ള അങ്ങ് ദേവന്മാരുടെ രാജാവായി ദേവേന്ദ്രനായി. നിങ്ങൾ ദേവന്മാർ ആ വിശ്വരൂപന്റെ സമീപം ചെന്ന് നിങ്ങളുടെ പുരോഹിതനാവണമെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത്
എന്നാൽ അസുരന്മാരുടെ സഹോദരീപുത്രനാണ് ഈ വിശ്വരൂപൻ. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് വിശ്വരൂപൻ ആ ദേവപൗരോഹിത്യം സ്വീകരിച്ചു. എന്നാലും അസുരന്മാരോടുള്ള ആ ബന്ധുത്വം കൊണ്ട് ഈ വിശ്വരൂപന് അസുരന്മാരോടൊരു ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വൈരം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രമേണ ഈ വിശ്വരൂപൻ അസുരന്മാർക്കു കൂടി ഹവിർഭാഗം നൽകുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ വിശ്വരൂപനെ നിഗ്രഹിക്കാനായി ആ വിശ്വരൂപൻ തപസ് ചെയ്യുന്ന തപോഭൂമിയിൽ എത്തി. ത്രിശിരസ് എന്നുകൂടി അറിയപ്പെടുന്ന വിശ്വരൂപൻ, അദ്ദേഹത്തിന് 3 മുഖങ്ങളാണ് ഉണ്ടായിരുന്നത്, 3 ശിരസ്സുകളാണ്. അപ്പൊ ഇന്ദ്രൻ ഈ ത്രിശിരസിന്റെ ഓരോ ശിരസ്സും ശത്രുക്കൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് കരുതിയിട്ടാണ് ആ ശിരസ്സുകളെ ഛേദിച്ചു. അതിന്റെ ഫലമായിട്ട് ആ പാപപീഡ കൊണ്ടാണ് ഇന്ദ്രനെ ആ മേരുപർവ്വതത്തിലെ ഒരു ഗുഹയിൽ അനേകകാലം താമസിക്കേണ്ടി വന്നു. വിശ്വരൂപന്റെ മരണവാർത്ത മഹർഷിമാർ പറഞ്ഞ് അറിയുന്ന ബ്രഹ്മാവ് പുത്രശോകം കൊണ്ട് സന്തപിച്ചുകൊണ്ടാണ് ദേവേന്ദ്രനായിട്ടുള്ള അങ്ങയെ ശ്രീകെട്ടവനായി പോകട്ടെ എന്ന് ശപിച്ചു. അതേ തുടർന്ന് ദേവന്മാർക്ക് നാഥനില്ലാത്ത അവസ്ഥയായി. അസുരന്മാർ ദേവന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രൻ വ്യസനത്തോടുകൂടി ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി നമസ്കരിച്ചു. ഉണ്ടായ സംഗതികളൊക്കെ വിവരിച്ചു. തുടർന്ന് ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം ശ്രീനാരായണനെ ചെന്ന് കണ്ട് ഈ വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണു ഇന്ദ്രൻ ചെയ്ത ഈ പാപത്തിനെ 4 ഭാഗമാക്കിയിട്ട്, ഒരു ഭാഗം സ്ത്രീകളിൽ, മറ്റൊരു ഭാഗം ഭൂമിയിൽ, 3-ാമത്തെ ഭാഗം വൃക്ഷങ്ങളിലും, 4-ാമത്തെ ഭാഗം ജലത്തിലും ആയിട്ട് നൽകി. അവർക്ക് ഓരോ വരങ്ങളും നൽകി. സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഭർതൃസംഗമം ചെയ്യാമെന്നും ഋതുകാലത്ത് മാത്രമേ അവർക്ക് സന്താനോൽപാദനം ഉണ്ടാവൂ എന്നുള്ള വരം. വൃക്ഷങ്ങൾ വെട്ടിമുറിച്ചാലും വീണ്ടും പൊട്ടിമുളയ്ക്കും. ഭൂമിയിലാവട്ടെ ഉണ്ടാവുന്ന ഗർത്തങ്ങൾ, കുഴികൾ കാലം കൊണ്ട് നികത്തപ്പെടും എന്നൊക്കെ ഉള്ള വരങ്ങളെ നൽകി. ഈ പാപം പകുത്തു കിട്ടിയതോടുകൂടി സ്ത്രീകളിൽ ആർത്തവ ലക്ഷണങ്ങളും വൃക്ഷങ്ങളിൽ കറയായിട്ട് പശയായിട്ടും ഭൂമിയിൽ അത് കളിമണ്ണിന്റെ രൂപത്തിലും ജലത്തിൽ അത് നുരയായിട്ടും അങ്ങനെ ആ പാപം വന്നു ചേർന്നു എന്നാണ്. ഇന്ദ്രന്റെ പാപമെല്ലാം നീക്കി വീണ്ടും പുറത്തു വന്നു. ആ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വീണ്ടും രാജ്യത്തെ ദേവന്മാരെ ഭരിക്കാൻ ആരംഭിച്ചു. ഐശ്വര്യത്തെയൊക്കെ നേടി എന്ന് പറഞ്ഞു. ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ ആശ്വസിപ്പിച്ചു. എന്തായാലും ഈ ഒരു ശാപം മറ്റൊരവസരത്തിൽ ഫലിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവും അവിടുന്ന് മടങ്ങി. ഇപ്പോൾ വീണ്ടും ആ ഐശ്വര്യം കൊണ്ടുള്ള മതം, 3 ലോകങ്ങളെയും പാലിക്കുന്ന അങ്ങേക്ക് ഐശ്വര്യം കൊണ്ടുള്ള മതമാണ്.
അത് നീക്കാൻ വേണ്ടിയിട്ടാണ് കൈലാസനാഥനായിട്ടുള്ള ശ്രീപരമേശ്വരനാൽ പ്രേരിതനായി ദുർവാസാവ് മഹർഷി ശാപരൂപത്തിൽ ഇപ്പോൾ ദുർവാസാവിന്റെ ശാപം ആ മതത്തെ നീക്കാൻ വേണ്ടിയിട്ടാണ്. 3 ലോകങ്ങളിലും ഐശ്വര്യം ക്ഷയിച്ചു, യാഗങ്ങൾ നടക്കുന്നില്ല, ദാനങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല, യമനിയമാദികളോ തപസ്സോ ഇല്ലാതെയായി. ലോഭം കൊണ്ട് മലിനമായ മനസ്സോടുകൂടി നാസ്തികന്മാരായി തീർന്നു മനുഷ്യർ. ഭൂമിയിലെ ഔഷധികളുടെ രസവും വീര്യവും ഇല്ലാതെയായി, സൂര്യന്റെ തേജസ് ഇല്ലാതെയായി, അഗ്നിക്കും തേജസ് ഇല്ലാതെയായി, ദിക്കുകൾക്ക് പ്രസാദമില്ലാതെയായി, ആകാശത്തിന്റെ നിർമ്മലത നീങ്ങി മാലിന്യം നിറഞ്ഞു, ദേവന്മാർ ബലഹീനരായി എന്നിങ്ങനെ ആ ദേവഗുരു ബൃഹസ്പതി ഇന്ദ്രന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് കൊണ്ടാണ് ഈ 4-ാം അധ്യായം ഇവിടെ തുടരുന്നത്. ശ്രീ മഹാദേവി നമഃ. നമസ്കാരം.